അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യോ ഇൻഫർമാറ്റിക്സിൻ്റെ പാർട്ട് 3 ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടെ ഈ ഒരു മൊഡ്യൂള് തീർക്കും. ഞാൻ എടുക്കാത്ത ടോപ്പിക്സുകൾ ഞാൻ സെമിനാറായിട്ട് ഓരോ കുട്ടിക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗ്രീൻ കമ്പ്യൂട്ടിങ്, പിന്നെ വേസ്റ്റ്, പിന്നെ നമ്മൾ ഈ ഒരു സൈബർ, ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ എത്തിക്സ്. അതായത് നമ്മളൊരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ എത്തിക്സ് എന്തൊക്കെയാണ്. പിന്നെ ഉള്ളത് ഒരു സൈബർ ആക്ട്, അതായത് നമ്മുടെ ഒരു സൈബർ ലോ, ഈ ഒരു സൈബർ പരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമം, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ പറ്റിയിട്ടാണ് ഒരു സെമിനാർ ഉള്ളത്. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ നിങ്ങളത് സെമിനാർ എടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടോപ്പിക്സാണ്. ഒന്ന് കമ്പ്യൂട്ടർ ത്രെഡ്സ്, സൈബർ ക്രൈം, ഗവേണൻസ്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ത്രെഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു IT, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ അകത്ത് വരുന്ന ത്രെഡ്സ് എന്തൊക്കെ പ്രോബ്ലംസാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത്, നമ്മളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പം ആ കമ്പ്യൂട്ടറിനകത്ത് ചിലപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ സിസ്റ്റത്തിനുണ്ടാകുന്ന പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയാനുള്ളത് കമ്പ്യൂട്ടർ വൈറസ് ആണ്. രണ്ടാമത്തത് വോംസ്, പിന്നെ ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ്, വെബ് ജാക്കിംഗ്, ഇമെയിൽ ബോംബിംഗ്, സലാമി അറ്റാക്സ് ആൻഡ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഒന്നാമത് നമുക്ക് നോക്കാം, എന്താണ് കമ്പ്യൂട്ടർ വൈറസ്. Viruses are programs that attach themselves to a computer or a file and then circulate themselves to other files and to other computers on a network. അതായത് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാമാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ എന്തോ ഒരു കാര്യം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാകുക. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള മറ്റ് ഫയൽസിലും കൂടെ അതെന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫയൽസിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് നെറ്റ്വർക്ക് കൂടെ, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തതാണെങ്കിൽ ആ നെറ്റ്വർക്ക് കൂടെ മറ്റ് കമ്പ്യൂട്ടറിലേക്കും അത് പോകുന്ന ആ തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ വൈറസ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡാറ്റേനെയാണ്. ഒന്നുകിൽ ആ ഡാറ്റേനെ അത് ആൾട്ടർ ചെയ്യും, അല്ലെങ്കിൽ ആ ഡാറ്റേനെ ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ വൈറസ് ഇസ് എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ് സെൽഫ് ആൻഡ് ഇൻഫെക്റ്റ് എ കമ്പ്യൂട്ടർ വിത്തൗട്ട് ദ പെർമിഷൻ ഓർ നോളജ് ഓഫ് ദ യൂസർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്വന്തമായിട്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള കമ്പ്യൂട്ടറിലേക്കും ഫയൽസിനും കൂടെ അത് സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ വൈറസിൽ മെയിനായിട്ട് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് ദ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ദ എബിലിറ്റി ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു അനദർ കമ്പ്യൂട്ടർ ഫയൽ. അതായത് സ്വന്തമായിട്ട് ഡ്യൂപ്ലിക്കേഷന് ഇതിന് സാധിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ മറ്റൊരു എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലിൽ അറ്റാച്ച് ചെയ്ത ഒരു സാധനം ഒരു കമ്പ്യൂട്ടർ കൂടെ പോയിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിൽ കയറിയിട്ട് അതിൻ്റെ ഫയലിനും കൂടെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു കമ്പ്യൂട്ടർ വൈറസിനുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കൂടാതെ അത് എന്നിട്ട് ബാക്കിയുള്ള ഫയൽസ് കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് മറ്റുള്ള കമ്പ്യൂട്ടറിലും കൂടെ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. മെയിനായിട്ട് ഹാക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പ്യൂട്ടർ വൈറസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതോ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം തകരാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു ബാഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഹാക്കേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ വൈറസ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആകെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡാറ്റേനെയും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ്ങിനും മെമ്മറിനും ഒക്കെ അതെന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പീപ്പിൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വൈറസ് പ്രോഗ്രാംസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കമ്പ്യൂട്ടർ
ഈ ഒരു വൈറസ് കാരണം ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വൈറസിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ കോപ്പികൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ള ഫയൽസിനും കൂടെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു ലിറ്റിൽ ചാൻസ് മാത്രമേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദം ഇറ്റ് ഈസ് എഫക്റ്റഡ് ഓൾ ഓഫ് ദ ഫയൽസ് ഇൻ അവർ കമ്പ്യൂട്ടർ സിസ്റ്റം. പിന്നെന്ന് വെച്ചാൽ മെയിനായിട്ട് പിന്നെ ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഈ ഒരു വൈറസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്ത ഡിസ്കിൽ കൂടെ, പിന്നെ എന്തെങ്കിലും ഫ്ലാഷ് ഡ്രൈവ്സ് കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന കൂടെ, അല്ലെങ്കിൽ ഇമെയിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് കമ്പ്യൂട്ടർ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ വൈറസിന് എക്സാമ്പിളാണ് കെർണോബൈൽ, മെലീസ, ഇതുപോലുള്ള മെയിനായിട്ട് 2 കമ്പ്യൂട്ടർ വൈറസാണുള്ളത്. പലതരം കമ്പ്യൂട്ടർ വൈറസ് ഉണ്ട്, 2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ വൈറസിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് യൂസ് ചെയ്യുക. അതായത് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ വെച്ച് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഈ ഒരു ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് അതിനെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വൈറസ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരു കോഡ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. പക്ഷെങ്കിൽ എല്ലാ തരത്തിലുള്ള വൈറസിനും അത് നശിപ്പിക്കാൻ പറ്റണമെന്നില്ല. കാരണം പുതിയതായിട്ട് പലതരം വൈറസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക്കലി ഉള്ള തരത്തിലുള്ള ഒരു വൈറസിന് കണക്കായിട്ടുള്ള ഒരു വൈറസ് പ്രോഗ്രാംസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ പുതിയ വൈറസിനെ അതിനെ നശിപ്പിക്കാനുള്ള ഒരു കോഡ് അതിൻ്റെ അകത്തേക്ക് വരുള്ളൂ. പിന്നെ പറയാനുള്ളത് അക്വിസിഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഫ്രം റിലയബിൾ സോഴ്സസ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആ ഫയൽസിനെ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ആ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു വൈറസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫയലിൻ്റെ അകത്തും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മൾ ആ ഫയലിനെടുത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുമ്പം ആരും കൂടെ വരും, വൈറസും കൂടെ വരും. അപ്പം മാക്സിമം നമുക്കൊരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ തന്നെ വാങ്ങിയിട്ട് നമ്മൾ മാക്സിമം അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള സിസ്റ്റത്തിനകത്ത് നിന്ന് കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ ടെസ്റ്റിംഗ് ന്യൂ ആപ്ലിക്കേഷൻ ഇൻ എ സിംഗിൾ കമ്പ്യൂട്ടർ. എക്സാമ്പിൾ, ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ സിസ്റ്റത്തിനകത്തും നമുക്ക് ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ സിസ്റ്റവും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അറ്റ് എ ടൈമിൽ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ഒരു വൈറസ് ഉണ്ടെങ്കിൽ അത് നെറ്റ്വർക്ക് ആകെ എഫക്റ്റ് ചെയ്യും, നെറ്റ്വർക്ക് ഡൗൺ ആയിപ്പോൾ എല്ലാ സിസ്റ്റവും കംപ്ലൈൻറ്റ് ആവും. അതിന് പകരം ആദ്യം ഒരു സിംഗിൾ ഡിവൈസിൽ വെച്ചിട്ട് ആ ന്യൂ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളെ നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് വോംസിനെ പറ്റിയിട്ടാണ്. വോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു തരം പ്രോഗ്രാമാണ്. പക്ഷേ വോംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നശിപ്പിച്ചാൽ കൂടെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വോംസിനുണ്ട്. കൂടാതെ അത് സ്വന്തമായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന ആ സമയത്താണ് നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ അത് നെറ്റ്വർക്കിൻ്റെ എല്ലാ കണക്ഷൻസിലും അതിനെ ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെയും സഹായമില്ലാതെ തന്നെ നെറ്റ്വർക്കിൽ കൂടെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഈ വോംസിന് ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വോംസ് ശരിക്കും പറഞ്ഞാൽ വൈറസിന് ഈക്വലൻ്റ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഇത് മെയിനായിട്ട് നമ്മുടെ ക്രൂഷ്യൽ ഫയൽസിനാണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ക്രൂഷ്യൽ ഫയൽസിനാണ് ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വോംസിന് 2 എക്സാമ്പിളാണ് MS ബ്ലാസ്റ്ററും സാസർ വോംസ് എന്ന് പറഞ്ഞിട്ട് 2 എക്സാമ്പിളാണത്. നെക്സ്റ്റ് പറയാനുള്ളത് ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ്. ലോജിക് ബോംബ് ഓർ ടൈം ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈറസ് പോലെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ കോഡാണ്. പക്ഷെങ്കിൽ ഇത് എല്ലാ ടൈമിലും ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ആ ഒരു കോഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഏത് ടൈം, ഏത് ഇവൻറ്റ് നടക്കുമ്പോഴാണ് അത് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എന്തോ ഒരു ഡാറ്റ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, എന്തോ ഒരു ഫോമിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഏതോ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ മാത്രം ഇത് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കോഡിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്നതാണ് ലോജിക് ബോംബ്. അല്ലെങ്കിൽ ടൈം ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പം ഒരു വർഷത്തിലെ ഏതോ ഒരു ഡേറ്റ് ആവാം. ആ ഒരു ഡേറ്റിൽ മാത്രം ഇത് നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള പ്രോഗ്രാംസാണ് എന്ത് ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ്. മെയിനായിട്ട് ഈ ഒരു എന്താ പറയുക സെർവർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക്, പല രാജ്യത്തും മറ്റൊരു രാജ്യത്തിൻ്റെ ഇൻഫർമേഷൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക മീറ്റിംഗ് നടക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ലോജിക് ബോംബ് ഓർ ടൈം ബോംബ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളതാണ് വെബ് ജാക്കിംഗ്. വെബ് ജാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞ ടേമിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്തു വന്നതാണ് വെബ് ജാക്കിംഗ്. വെബ് ജാക്കിംഗ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനെ കൺട്രോൾ എന്താ പറയുക പാസ്വേഡ് ഹാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ആ വെബ്സൈറ്റിൻ്റെ കണ്ടൻസ് അതിൻ്റെ അകത്തേക്ക് മാറ്റുന്നു. അപ്പോൾ ഒറിജിനൽ വെബ്സൈറ്റിൻ്റെ ഓണറിന് പിന്നെ അതിനകത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുഴുവൻ കൺട്രോളും ഈ ഹാക്ക് ചെയ്ത ആൾക്കാർക്കും ഉണ്ടാകുക. അപ്പോൾ മെയിനായിട്ട് എന്താ പറയുക അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സിനും മണിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. വെബ്സൈറ്റിൻ്റെ കണ്ടൻസ് മൊത്തം മാറ്റിക്കളയുക. പിന്നെ വരുന്നതാണ് ഇമെയിൽ ബോംബിങ്. ഇമെയിൽ ബോംബിങ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇമെയിൽ സെർവർ തകരാറാക്കാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യമുള്ള മെയിലുകൾ ഇങ്ങനെ അയച്ചിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യുക. അതാണ് ഇമെയിൽ ബോംബിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സലാമി അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയറാണ് സലാമി അറ്റാക്ക്. പിന്നെ പറയുന്നത് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കഫേയിൽ പോയിട്ട് നമ്മൾ സർഫ് ചെയ്യുന്നത്, അപ്പോൾ അവരൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും നമുക്ക് തരും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും മറ്റൊരാൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അയാളും അത് സർഫ് ചെയ്യുന്നു. അപ്പോൾ ആ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ടൈം അയാളാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ പൈസ നമ്മൾ കൊടുക്കുക ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് ടൈമിനെ തെഫ്റ്റ് ചെയ്യുന്നതാണ് എന്താ പറയുക ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സൈബർ ക്രൈമിനെ കുറിച്ചിട്ട് പറയാം.